ഇതിവിടുത്തെ പ്രതിപക്ഷമോ ഇതിവിടുത്തെ മാധ്യമങ്ങളോ കൊണ്ടുവന്ന വാർത്തയിലല്ല മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായത്. ഭരണകക്ഷി MLA നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ, അതിലാണല്ലോ മുഖ്യമന്ത്രി വിശദമായി പ്രതികരിച്ചത്. എന്നോട് പറയാമായിരുന്നല്ലോ, പാർട്ടിയോട് പറയാമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊരു ശബ്ദരേഖ മാന്യമല്ലാത്ത രീതിയിൽ പുറത്തുവിട്ടത്? ഇതാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിനുശേഷം ഇതാ വീണ്ടും വാർത്താ സമ്മേളനം PV അൻവർ നടത്തിയിരിക്കുന്നു. PV അൻവർ പറയുകയാണ്, ഈ കള്ളക്കടത്തിന്റെ പങ്ക് പറ്റുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പോലും അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു 7 മണിയോട് കൂടിയ വാർത്താ സമ്മേളനത്തിലാണ്. അത് താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ഒപ്പമുണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല. അതായത് PV അൻവറിനെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് വേണമെങ്കിൽ ആ വാചകങ്ങളെ വായിക്കാം. മറുപടിയുണ്ടോ PV അൻവറിന്? ഇവിടെ PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിലോ PV അൻവറും LDF തമ്മിലുള്ള തർക്കമായിട്ട് തന്നെ കാണേണ്ട കാര്യമില്ല. ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് LDF സർക്കാർ എന്ത് ചെയ്യണം? PV അൻവർ അല്ല, ഒരു പ്രതിപക്ഷ MLA ആണ് ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു തെറ്റിനോടും സന്ധി ചെയ്യേണ്ട കാര്യമില്ല. പ്രശ്നം എന്താണ്? ബഹുമാനപ്പെട്ട PV അൻവർ അവസാനം പറഞ്ഞിടത്താണോ കാര്യം നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു, മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ള സ്വർണത്തിൻ്റെ വേട്ട നടക്കുന്നു കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ശരാശരിയേക്കാൾ കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്ന ജില്ലയായി മലപ്പുറം മാറി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ PV അൻവർ എന്താണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്? അത് കേരള പോലീസ് പിടിച്ചാലുടനെ കസ്റ്റംസുകാരെ ഏൽപ്പിച്ചേക്കണം. കസ്റ്റംസുകാരാണ് ഈ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ കസ്റ്റംസുകാർ പിടിക്കാതെ വഴിയിലേക്ക് വിടുന്നത്. കസ്റ്റംസുകാർ പിടിക്കാതെ വഴിയിലേക്ക് വിടുന്നത് കേരള പോലീസ് തോണ്ടിയെടുത്തിട്ട് നേരെ കസ്റ്റംസിന് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന പുതിയ നിർദ്ദേശം അദ്ദേഹം വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടി വരും, കേരളം ചർച്ച ചെയ്യേണ്ടി വരും. ഇത്തരം ചർച്ചകളൊക്കെ നാളെ നടക്കുന്ന ഓർത്ത് ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ശരിയായി ഈ കാര്യങ്ങൾ നടക്കട്ടെ എന്നല്ലേ? അതിൽ രഹസ്യത്തിൻ്റെ പ്രശ്നം എന്താ? മുന്നണിയുടെ പ്രശ്നം എന്താ? പാർട്ടിയുടെ പ്രശ്നം എന്താ? നമുക്കെന്താ വേണ്ടത്? കേരളത്തിലെ പോലീസിൽ തെറ്റുകാരുണ്ടാവരുത്. 108 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ പോലീസിൻ്റെ മുഴുവൻ ജോലിക്കാരും CPM എന്ന് പറയുന്നതൊക്കെ വെക്കുന്നവരാണോ? ഏറ്റവും അവസാനം വന്നൊരു വാർത്ത കാണാം. അരിയിൽ ഷുക്കൂർ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ DYSP, അതുപോലെ ഫൈസൽ വധക്കേസ് അന്വേഷിച്ച DYSP സുകുമാരൻ എവിടെ പോയിരിക്കുന്നു? ഇപ്പോൾ BJP അംഗത്വം എടുത്തിരിക്കുന്നു. ഏത് സുകുമാരൻ? ഓർക്കുന്നില്ലേ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പ്രത്യേകമായി കട്ടപ്പാരിയായിട്ട് വന്ന് പീഡനം നടത്തിക്കൊണ്ടിരുന്ന സുകുമാരൻ. സഖാവ് MP ജയൻ ചോദിക്കുന്നു കേട്ടില്ലേ? സുകുമാര, ആ കട്ടപ്പാര എവിടെയുണ്ടെന്ന് ചോദിക്കുന്നില്ലേ? ആ സുകുമാരൻ BJPയിൽ പോയിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ പോലീസിനകത്ത് മുഴുവൻ ആളുകളും ഇത്തരത്തിൽ എല്ലാവരും CPM ഓഫീസിൽ നിന്ന് വെച്ചവരാണ്, പാർട്ടിക്കാരാണ്. അങ്ങനൊന്നും പറയണ്ട. കാണിക്കുന്ന ഏതൊരാളെയും നിയമത്തിന്റെ വഴിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്ന RSSുമായി മണിക്കൂറുകൾ ചർച്ച നടത്തുന്ന ഒരു ADGPയെ കുറിച്ചൊരു വിമർശനം ഉണ്ടാകാമല്ലോ, ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാമല്ലോ. കണ്ടില്ലല്ലോ. അതിലും DGPയുടെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യല്ലേ? രാഷ്ട്രീയ പ്രതികരണം കണ്ടില്ല. സെൻകുമാറിനെ വിമർശിച്ച വാക്കുകൾ ADGPയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായി കണ്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞാൻ തൃപ്തിയോടെയാണ് ഇത് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാർട്ടിയുടെ അഭിപ്രായം ഇല്ല. അതെ, മുഖ്യമന്ത്രി പറയാത്തതിന് കാരണം ദയവായി മനസ്സിലാക്കൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടിയാവണം. പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി. പാർട്ടിക്ക് അതിനോട് യോജിപ്പില്ല, അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. അതുകൊണ്ട് മാത്രമാവില്ല നടപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? നിയമാനുസരണമായിരിക്കും നടപടി. 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന BJPക്കാർ, RSSകാർ നമ്മുടെ നാട്ടിലെ IASകാരെ മാത്രമല്ല, IPSകാരെ മാത്രമല്ല, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെയും ചുമന്നുകൊണ്ട് പോവുക. സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ ചെന്നിട്ട് ഗണേശ പൂജ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ് നിങ്ങൾ ഞെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ADGP അജിത് കുമാർ കാണിച്ചത് നല്ല കാര്യം എന്നല്ല എൻ്റെ അഭിപ്രായം.
പ്രധാനമന്ത്രി ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ പദവിയെ പോലും കളങ്കപ്പെടുത്തുന്ന ഒരു RSSകാരനുള്ള ഇന്ത്യ രാജ്യത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഞെട്ടുകല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് നിയമപരമായി അതിന് പരിഹാരമുണ്ടാക്കും. അതാണ് സഖാവ് പിണറായി ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമപരമായിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ. ആഗ്രഹത്തിനൊത്ത് ചാടിക്കേറി പ്രവർത്തിക്കാനാവില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇക്കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും. അത് Debate with Arun Kumar.